ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു ഇഞ്ചി നടയിലാണ് കേട്ടോ. ഞാൻ വീട്ടിൽ പോയപ്പോൾ കുറച്ച് ഇഞ്ചി പറിച്ചു കൊടുന്നതായിരുന്നു. കൊടുന്നിട്ടൊക്കെ ഒരാഴ്ച കഴിഞ്ഞു. നമുക്ക് ഒഴിവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് നടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ ഇന്നിപ്പോൾ അത് നടാമെന്ന് വിചാരിച്ചു. നടാൻ പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ സോപ്പിൻ്റെ ലിക്വിഡൊക്കെ ഒഴിവണ കുപ്പികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഞാനിങ്ങനെ എടുത്തക്കലാണ്. അതിലൊക്കെ ഓരോ ഇഞ്ചിൻ്റെ കഷ്ണം ഇട്ടാൽ അതൊക്കെ മുളച്ച് വരുമല്ലോ. അപ്പോൾ നമുക്ക് ഉപയോഗപ്പെടും. കുപ്പികൾ കളയും വേണ്ട. അപ്പോൾ ഞാൻ അതാ ഒരു ലിക്വിഡിൻ്റെ കുപ്പി എടുത്ത് ഇങ്ങനെ മണ്ണ് നിറച്ച് വെച്ച ഒരു ലിക്വിഡിൻ്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലിതാ ഒരു 2 ഇഞ്ചി കഷ്ണം എടുത്തിട്ട് ഞാനിതാ അതിൽ നട്ട് കുറച്ച് കരിയില മുകളിൽ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതാ വേറൊരു ചെറിയൊരു ലിക്വിഡിൻ്റെ കുപ്പി ഉണ്ട്. അതിലും ഇതാ ഞാനിത് ആദ്യം കുറച്ച് കരിയില നിറക്കും കേട്ടോ. നല്ലോണം കുത്തി അമർത്തി കരിയില നിറക്കും ഞാൻ. അപ്പം നനഞ്ഞ കരിയില ആയതുകൊണ്ട് നല്ലോണം അമർന്ന് നിൽക്കുകയും ചെയ്യും. പിന്നെ കുറച്ച് മണ്ണിടും, പിന്നെ കുറച്ച് കരിയില ഇടും. അങ്ങനെ ഞാനിതാ നിറച്ചു. അതിൽ ഞാനിതാ ഒരൊറ്റ കഷ്ണേ വെക്കണുള്ളൂ. അത് ചെറിയൊരു കുപ്പിയാണ് ലിക്വിഡിൻ്റെ. അപ്പം ഞാൻ അതിൽ അധികം വെക്കാൻ പറ്റൂല, നമുക്ക് വളരാനുള്ളൊരു സ്ഥലം വേണ്ടേ. അപ്പം ഞാൻ അതിലിതാ ഒരൊറ്റ മുളച്ചൊരു മുള വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഞാനിതാ അങ്ങനെ ഒരു ചാക്കാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ചാക്ക് എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം കെട്ടിയിട്ട് ഞാനിതാ അതിൽക്കും ഇതാ കുറേ കരിയിലിട്ട് നിറക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് മണ്ണിടും അതിൻ്റെ മുകളിൽ കേട്ടോ. നല്ലോണം കരിയില അമ്പിയിടാം കേട്ടോ. അതിപ്പോൾ നനഞ്ഞ കരിയിലയാണ്, അതുകൊണ്ട് ഞാനത് ചാക്കിൽ കൊടുന്ന് കെട്ടി വെച്ചിരുന്നു കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ കരിയില വേറെ ഇല്ല, പഠിച്ച് വരി കൊടുന്നിട്ടൊക്കെ വേണം. അപ്പോൾ ഞാൻ എന്താട്ടി ആ ചാക്ക് കഴിച്ചിട്ട് അതിൽ നിന്ന് കരിയില എടുത്തതാണ്. പക്ഷെ അതൊക്കെ പൊടിയിൽ തുടങ്ങിയിരിക്കണം, അപ്പത്തിന് മണ്ണായി തുടങ്ങിയിരിക്കണം. ഞാൻ ആ കരിയില തന്നെ എടുത്തേക്കാണ്. പിന്നെ കുറച്ച് മണ്ണിൻ്റെ മുകളിലിടും. പിന്നെയും ഞാൻ കുറേ കരിയില ചാക്ക്, അങ്ങനെ ആ ചാക്ക് നിറയെ കരിയിലയും മണ്ണും ആയിട്ടാണ് നിറക്കുകയാണ് കേട്ടോ. കരിയില ഇട്ടാൽ അതും മണ്ണാവുകയാണല്ലോ, നല്ലൊരു വളമാണല്ലോ കരിയില. ഇതും മണ്ണും കൂടിയും ചേർന്ന എല്ലാം മണ്ണായല്ലോ, നല്ല വളമയായി. ഇഞ്ചിക്ക് പിന്നെ ഇതൊക്കെ തന്നെയല്ലോ വേണ്ടത്. നമ്മളെ കരിയില പിന്നെ ചീഞ്ഞതും കരിയില പൊടിഞ്ഞതൊക്കെയാണല്ലോ ഇഞ്ചി നമ്മൾ നിലത്ത് വെക്കുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഒരു ചെറിയൊരു ചാക്കാണ്. ഇതിൽ നമുക്ക് എന്നിട്ടത് അത് ഞാൻ നിറച്ചു കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ ഞാനിതാ ഒന്നിങ്ങനെ ചെറിയൊരു ഇങ്ങനെ ഒരു തോളം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കത്രികയിട്ട്. ഇനി ഇതിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ ഓരോ വിത്ത് നമുക്ക് വെക്കട്ടോ. ഇഞ്ചിൻ്റെ ചെറിയ ഓരോ കഷ്ണങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി വെച്ചാൽ എന്തറിയോ, മുളച്ചതാണ് ഞാൻ വെക്കണേ. എന്നാൽ മുള ഇനി ഇങ്ങനെ മുളച്ച് വരുമല്ലോ, അതിൻ്റെ വിത്ത്. അപ്പം അതിൻ്റെ അടിയിൽ മണ്ണുണ്ടല്ലോ, അതിലുണ്ടാവും. മുകളിൽ വെച്ചാലും നമുക്ക് മുകൾ ഭാഗത്ത് അടിഭാഗത്ത് നിന്ന് കിട്ടില്ലല്ലോ, മുകളിലല്ലേ കിട്ടുള്ളൂ. അപ്പം ഞാനിതാ എല്ലാറ്റിനും ചെറിയ ഓരോ വിത്താണ് കേട്ടോ അവിടെയൊക്കെ വെക്കണത് ഞാൻ. അതാ അതിലൊക്കെ നട്ടുഞ്ഞ് നമ്മളിതാ മോൾ ഭാഗത്തും കൂടി ഓരോ കഷ്ണങ്ങൾ വെക്കണേ. ഇഞ്ചി ഞാൻ കുറേ പറിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ മുള വന്നതൊക്കെ നമുക്കിതിൽ നടുകയും ചെയ്യാം, ബാക്കിയൊക്കെ നമുക്ക് കൂട്ടാനിലെടുക്കാം എല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അവിടെ ഇഷ്ടംപോലെ ഇഞ്ചി ഉണ്ട് തൊടിയിൽ. അപ്പം ഞാൻ അവിടെ പറിച്ചു കൊടുക്കുന്നതാണ്. ഞാനിതാ വലിയ തുളൻ്റെ ഉള്ളിലൊക്കെ തിരിച്ച മണ്ണും കൂടി നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ വെറും കരിയിലയും കുറേശ്ശെ മണ്ണില്ലേ ഉള്ളൂ. മണ്ണാവും, ഇഞ്ചിയൊക്കെ ഇനി വേര് പിടിച്ച് വരുമ്പോഴത്തേന് മണ്ണാവുമല്ലോ. പിന്നെ നമ്മളെ അരിപ്പൊടി ചപ്പാത്തിപ്പൊടിയൊക്കെ കൊണ്ടുവരുന്ന കവറുകളൊക്കെ ഞാൻ എടുത്തൊക്കെ കേട്ടോ. സോപ്പും പൊടിൻ്റെ കവറുകളൊക്കെ ഞാൻ എടുത്തൊക്കെ ഒന്നും കളയൂല. അതിലൊക്കെ ഞാനിത് അങ്ങനെ ഇഞ്ചിയൊക്കെയാണ് അധികം നടൽ. അങ്ങനെ ഒരുപാട് ഇഞ്ചി എൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ, ആ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് കണ്ടില്ലേ, ഇതിലൊക്കെ നട്ടുകൊണ്ട് കേട്ടോ. മുള പുറത്തേക്ക് ആക്കിയിട്ടാണ് ഞാൻ വെച്ചേക്കണത്. അപ്പം ഇനി മുളച്ച് വരുമ്പോൾ അങ്ങോട്ട് പുറത്തേക്ക് വന്നോളൂല്ലോ മുള എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. അപ്പോൾ ഇതാ ഇത്രയും